ഷാനിൽകുമാർ, താങ്കൾ ഈ കേസിലെ ഹർജിക്കാരൻ കൂടിയാണ്. ഇതിലെവിടെയാണ് ഡാറ്റ ബ്രീച്ച് ഉള്ളത് എന്ന ഒന്നാമത്തെ പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ ഈ സ്പാർക്കിന്റെ പോർട്ടലിൽ കൊടുത്തിരിക്കുന്ന നമ്പർ, ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എന്നുള്ള നിലയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ സാധാരണ നിലയിൽ വരുന്ന മെസ്സേജ് പോലെ ഈ അഡീഷണൽ ആയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പടം വെച്ചുള്ള മെസ്സേജ് വാട്സാപ്പിൽ വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് സ്റ്റേറ്റ് IT മിഷൻ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്. പുറത്തേക്ക് ഡാറ്റ പോയി അല്ലെങ്കിൽ ഡാറ്റ ദുരുപയോഗം ചെയ്തു എന്ന് പറയാനുള്ള ഗ്രൗണ്ട് എവിടെയാണ്? സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും സേവന വേതന വ്യവസ്ഥകളും അതോടൊപ്പം തന്നെ SLA അടക്കമുള്ള മറ്റ് സംവിധാനങ്ങൾക്കും വേണ്ടി ഈ ഫോൺ നമ്പർ അതിലേക്ക് വേണ്ടി മാത്രമായിട്ട് കൊടുത്തുകൊണ്ട് ആ ഡാറ്റ സർക്കാരിൻ്റെ സ്പാർക്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും ആ ഡാറ്റ വളരെയധികം അതീവ രഹസ്യമായിട്ട് തന്നെയാണ് സൂക്ഷിക്കുന്നത്. അത് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ സ്പാർക്കിനകത്ത് എനിക്ക് കയറണമെങ്കിൽ തന്നെ തീർച്ചയായും അതിനൊരു പാസ്വേഡ് ഉണ്ട്. അല്ല, സ്പാർക്കിൽ കയറിയതല്ലോ, നമ്പർ കൊടുത്തിരിക്കുന്ന നമ്പർ ഉപയോഗിച്ചല്ലേ മെസ്സേജ് അയച്ചത്? അതെ, തീർച്ചയായും. അപ്പോൾ സ്പാർക്കിൽ കയറണമെങ്കിൽ തന്നെ പാസ്വേഡ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ആ ഒരു സുരക്ഷാ സംവിധാനമാണ്. DDO മാർക്ക്, നമ്മുടെ ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർമാർക്കുമാണ് അതിൽ ആക്സസ് കൊടുത്തിട്ടുള്ളത്. ഈ ഡാറ്റ എങ്ങനെ ഒരു മൂന്നാമതൊരു ഏജൻസിയുടെ കയ്യിൽ പെട്ടു? ഏജൻസി ഉണ്ടോ അതിൽ? തീർച്ചയായും അങ്ങനെ ഉണ്ടാവണമല്ലോ. അല്ല, ആരാ ഇത് അസംപ്ഷൻ അല്ലേ? അല്ല, ആയിരിക്കാം. കാരണം എന്താ, ഇത് അയച്ചിട്ടുള്ളത് ആരാണെന്ന് വ്യക്തമായിട്ടില്ല. എന്തായാലും CMന്റെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ് എന്ന് വ്യക്തമാകണം. ഇനി അല്ല എങ്കിൽ IT മിഷൻ വഴിയാണ് അയച്ചിട്ടുണ്ടെങ്കിൽ IT മിഷനിൽ നിന്ന് ഇത് ആരെ ഏൽപ്പിച്ചു എന്നറിയണം. കാരണം ഏകദേശം 5.5 ലക്ഷം പേര് വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത്തരം ഒരു ഡേറ്റയിൽ കൂടെ മെസ്സേജ് വന്നു എങ്കിൽ അത് എങ്ങനെ വന്നു എന്നുള്ളത് അറിയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു മെസ്സേജ് വന്നു. ഇപ്പോൾ നമ്മളുടെ മൊബൈൽ ഫോണിലേക്ക് തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റ് മുതൽ അന്താരാഷ്ട്ര കമ്പനികൾ, ബ്രാൻഡുകൾ വരെ മെസ്സേജ് അയക്കാറുണ്ട്. അവരുടെ ഓഫർ മെസ്സേജ് അയക്കാറുണ്ട്. ഇതിന് നമ്മുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാറുണ്ട്. നമുക്ക് വേണ്ടി ആരാണോ അയാൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഓഫറിനെ കുറിച്ച് ഓരോ ദിവസവും എൻ്റെ ഫോണിലേക്ക് അതിന് എത്രയോ മെസ്സേജാണ് വരുന്നത്. ഇങ്ങനെ ഈ പറഞ്ഞ നമ്പർ എന്നുള്ളത് അബ്സല്യൂട്ടായിട്ട് സീക്രസിയിലുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടതുണ്ടോ? ഒരു സാധനം വാങ്ങുമ്പോൾ, 100 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ വരെ മൊബൈൽ ഫോൺ നമ്പർ അവർ ചോദിക്കുകയും നമ്മൾ കൊടുക്കുകയും അതനുസരിച്ച് മെസ്സേജ് വരികയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? തീർച്ചയായും അഭിലാഷ്, അത് സ്വാഭാവികമായിട്ട് നമ്മളൊരു കടയിൽ പോകുമ്പോൾ അവർ നമ്മുടെ നമ്പർ ചോദിക്കാറുണ്ട്. നമ്മുടെ പെർമിഷനോട് കൂടെയാണ് അത് ചെയ്യുന്നത്. തീർച്ചയായും ഇവിടെ അങ്ങനെ ഒരു പെർമിഷൻ വരികയോ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മോട് ആരെങ്കിലും ചോദിക്കുകയോ നിയമപരമായിട്ട് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കൺസെൻറ്റ് ഇല്ലാതെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഒരു മെസ്സേജ് വരിക എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് ഈ ഗവൺമെൻറ്റിനുണ്ടായിട്ട് ഒരിക്കലും DA അരിയറും മറ്റും സംവിധാനങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. അന്നൊന്നും ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ട് ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു മെസ്സേജ് വരികയും അത് ആരാ ചെയ്തു എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാതിരിക്കുകയും നമ്മുടെ ഡാറ്റ ചോർന്നു എന്ന് സംശയിക്കുകയും ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ് എൻ്റെ വാദം. ശരി, ഓക്കെ, അതിലേക്ക് നമുക്ക് വിശദമായി വരാം.